Music makes the Pusha see I'm a rapper. Yeah, music. ഇത് കൊള്ളാലോ. ഇതെങ്ങനെ ഉണ്ടാക്കണേ? ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന്? ഇതെങ്ങനെ ഉണ്ടാക്കണേ? ഇതോ? ആ. ഇത് ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ പരത്തുക. ഉണ്ടാക്കണോ? പിന്നെ എന്തിനാ അവിടെ നിൽക്കണ്? ഞങ്ങൾ ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നില്ലെന്നല്ലേ നിങ്ങളുടെ പരാതി. അതാ ഞാനിങ്ങനെ വന്നു പോവാന്ന്. അയ്യടാ, അതിനിങ്ങനെ വെറുതെ വന്ന് നിന്നാ പോരാ. പണി എടുക്കണ പണി പ്രൊഡക്റ്റീവ് ആവണം. മനസ്സിലായ? ലക്കി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സൈസ് പണികളൊക്കെ എടുക്കേണ്ട കാര്യം വല്ലതുണ്ടോ നമുക്ക്? ഇതൊക്കെ ഒരു വേലക്കാരി ഏൽപ്പിച്ച് അവരെ നല്ല വെടിപ്പായിട്ട് ചെയ്തു തരില്ലേ? അയ്യാ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേലക്കാരി പണിയെടുക്കണം നോക്കി നമ്മളിങ്ങനെ തിന്നും കുടിച്ചിരിക്കണം അല്ലേ? എന്നിട്ട് ഹെൽത്തിന് കുറെ ഇഷ്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണം. നല്ല ഐഡിയ. പോയിന്റ്. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റീവായ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഹെൽത്തി ആയ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല, നീ ഇത് പറഞ്ഞ് എങ്ങോട്ടേക്ക് കയറി പോണ്? ഞാൻ പോകുന്നത് എൻ്റെ ബ്രാൻഡ് ന്യൂ ബിസിനസ് കോൺസെപ്റ്റിലേക്കാണ്. മിഡിൽ ക്ലാസ് ഹൗസ് ഹോൾഡ് ജിം എക്യുപ്മെന്റ്സ്. മിഡിൽ ക്ലാസ് ഹൗസ് ഹോൾഡ് ജിം എക്യുപ്മെന്റ്സ്. എന്താ സംഭവം? സംഭവത്രേ ഉള്ളൂ. നമ്മുടെ ജനറേഷൻ്റെ പ്രധാന പ്രോബ്ലം എന്താണെന്നറിയോ? ഹെൽത്ത് ഇഷ്യൂസ്. അതിൻ്റെ പ്രധാന കാരണം പുവർ ഹെൽത്ത് മാനേജ്മെന്റ്. അതായത് ബൈ ദ ടൈം യു ആർ 30, 4 out of 5 people are diagnosed with problems like heart problems, cholesterol, sugar, high BP, etc. etc. എന്റെ അമ്മ, 4 out of 5 ഞെട്ടിക്കുന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സാ. ഞെട്ടിയില്ലേ? ഈ പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ഒരു ബിസിനസ് കോൺസെപ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. എക്സ്പ്ലെയിൻ മാടി. നമ്മുടെ ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഒരു പാക്കേജ് ആയിട്ട് വരുന്നത് പോലെ നമ്മുടെ ബിസിനസ്സും ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ പാക്കേജിനുള്ളിൽ നോർമൽ ആയിട്ടുള്ള ജിം എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഡംബൽസോ ബുൾ വർക്കറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഓഫ്കോഴ്സ് അതും ഉണ്ടാവും, പക്ഷേ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫേസ് എൻഹാൻസർ, ഹെയർ ഫോൾ റിലീവർ, സ്കിൻ ആക്ടിവേറ്റർ, പെയിൻ അബ്സോർബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ പാക്കേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും കൊടുക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും ഈ പാക്കേജിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഒരു മിനിറ്റ്. സാം, അവിയുടെ നീ അരി എടുക്ക്. അരി എടുക്കാൻ. അരി എന്തിനാ? വേഗം എടുക്ക്. ഇതെന്തിനാണ് എന്നിട്ട് കാണിക്കണേ? ഇതിലേക്ക് തട്ടിക്കോ. മതിയാ? കുറച്ചുകൂടി. ഇതെന്തിനാ? മതിയാ? ഓക്കെ, അടിപൊളി. ഇനി ഇത് 2 minutes മൈക്രോവേവിൽ വെക്കണം. ഇതെന്താ ചെയ്യാൻ പോണേ? അയ്യ, അരി ഇങ്ങനെയല്ല ഉണ്ടാക്കുക. സാം, 2 minute. ചെക്കൻ. ചൂട്. ഹീറ്റ് പാക്ക് റെഡി. റിയലി. ഇതൊന്ന് ഷോൾഡർ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയേ. കൊള്ളാല്ലേ? എന്താണ് രണ്ടെണ്ണം കൂടെ? ഭയങ്കര ഡിസ്കഷനിലാണല്ലോ. മീനു, സാം നമ്മൾ വിചാരിച്ച പോലെ അല്ലാട്ടാ, ഭയങ്കര ബുദ്ധിമാനാ. ഞാൻ പറഞ്ഞുതരാട്ടാ. ഇതാണ് പെയിൻ അബ്സോർബർ. ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും പ്രോഡക്റ്റും ഒക്കെയാണ് നമ്മുടെ പാക്കേജിലുള്ളത്. എനിക്ക് മുട്ടുവേദനയുള്ള കാരണേ ഇവിടെ വെക്കുമ്പോ നല്ല മുട്ടുവേദനയ്ക്ക് മാത്രമല്ല, എല്ലാ ജോയിന്റ് പെയിൻസിനും ഒക്കെ ഇത് നല്ല സുഖമാണ്. അതെ, ഇതൊക്കെ. ഇനി എന്താ അടുത്ത പരിപാടി? അടുത്തതാണ് മെയിൻ ക്യാപിറ്റൽ. ഒരു ഇൻവെസ്റ്റർ വേണം. എല്ലാം ശരിയാവും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്ക്. ട്രൈ മാടി. ശ്വേത, കുറച്ച് ബോഡി റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുക. എക്സാക്ട്ലി, ഫേസ് ടുവേർഡ്സ്. നൈസ്. ഇനി കൈ ഫ്രണ്ടിലേക്ക് കുറച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലീൻ ചെയ്യും. പെർഫെക്റ്റ്. ആ സ്വെറ്റ് ഒന്ന് ടച്ച് ചെയ്യോ ഫോർ ഹെഡിൽ ചെറുതായിട്ട്. നൈസ് ആറ്റിറ്റ്യൂഡ്. താങ്ക് യു. ക്യാൻ ഐ സീ ദ പിക്സ്? ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോരെ. ഇത് കുറേ ഉണ്ട്. താൻ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ. ഓക്കെ, അഭി പറയുന്ന പോലെ. എനിവേസ്,
ഐ റിയലി എൻജോയ് ദ ഷൂട്ട്. താങ്ക് യു. അവി ആ അവി നിറയെ ഫാഷൻ ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യാറുണ്ടല്ലേ? ഫാഷൻ യൂഷ്വലി ചെയ്യാറില്ല. ഞാൻ കൂടുതലും ഈ വെഡിങ്ങിന്റെ സേവ് ദ ഡേറ്റ് വീഡിയോസും പിന്നെ ആഡ്സ് അങ്ങനെയൊക്കെ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറെ പോലെ. യെസ്. അവി ഇനി മുമ്പ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ത്? അവയ്ക്ക് മോഡലിംഗ് ചെയ്തുകൂടെന്ന്? ഏ ആ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. ആക്ച്വലി എനിക്കൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ഒരു വെഡിങ് ഫോട്ടോഷൂട്ട്. അതിനകത്തൊരു മെയിൽ മോഡലിന് ആവശ്യമുണ്ട്. ഞാൻ അവയുടെ പേര് സജസ്റ്റ് ചെയ്യട്ടെ? യെസ്. അയ്യോ ഒന്നും വേണ്ട, പ്ലീസ്. ഞാൻ ഈ ക്യാമറയുടെ ബാക്കിൽ മാത്രമേ കംഫർട്ടബിൾ ആയിട്ടുള്ളൂ. ആലോചിച്ച് പറഞ്ഞാൽ മതി. പണിയാണ്, ആലോചിച്ച് പറഞ്ഞാൽ മതിന്ന്. പണിയാണ്. എടുത്തപ്പോ തന്നെ കോപ്പി ചെയ്തിട്ടേക്കടാ. ഓക്കെ ഓക്കെ. എന്റെ പെൻ ഡ്രൈവിലേക്ക് കേട്ടോ. അവി ഇൻസ്റ്റാഗ്രാമിലില്ലേ? പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതെന്ത് ഫോട്ടോഗ്രാഫർ? അതെ ഒബിയസ്ലി. എന്താ ഐഡി ഇൻസ്റ്റാഗ്രാമില്? അവിതാർ. അവതാർ. ഈ അവതാറൊക്കെ പോലെ. Yeah. അതിലും അവയുടെ ഒരു സ്റ്റൈലുണ്ട്. താങ്ക്സ്. കിട്ടിയില്ലേ? ആ കിട്ടി. നൈസ് പിക്സ്. താങ്ക് യു. ഫോളോ. അവി അവി ജസ്റ്റ് ഒരു ബൂമറാങ് വീഡിയോ. ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോരെ? പ്ലീസ് അവി, പ്ലീസ് അവി, അല്ലെങ്കിൽ ഇത് തീരൂല. ഇതാ ഒരെണ്ണം. ഇങ്ങനെ ചിരിക്ക്. മതിയില്ലേ? ഓക്കെ താങ്ക് യു. നൈസ്ലേ? ആ കൊള്ളാം, നൈസ്. ഞാൻ ടാഗ് ചെയ്യാം. ആ ഓക്കെ. പണിയെടുക്കണം. എന്താ ഈ കുട്ടി ഇങ്ങനെ?